കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി കഴിഞ്ഞയാഴ്ച ഞങ്ങൾ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് റെക്കോർഡ് ചെയ്തത്. ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട്ടേക്ക് പോകാനായിട്ട് തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നും 20 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുതിരാൻ ടണൽ പുതിയതായിട്ടുണ്ടാക്കിയാണ്. 3 വരിപ്പാത ഓൺ വേയും 3 വരിപ്പാത തിരിച്ചുമുള്ള കണക്ക് വളരെ വിപുലമായ ഒരു ടണൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. നമ്മൾ ഈ ടണൽ വഴി ഇന്ന് പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട്ട് പോകുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പേഴ്സണലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു സ്ഥലമല്ല. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ പിഷാരടിയാണ് അവിടുത്തെ MLA-യും. അതുകൊണ്ട് ആ ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്യാനായിട്ട് പോകുകയാണ്. ഏവർക്കും സ്വാഗതം. ഞങ്ങൾ പാലക്കാടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പോകുന്ന കൊല്ലങ്കോട്ടേക്കാണ്. അതിനിടയിൽ കാണുന്ന ഈ പച്ചപ്പുള്ള പാടങ്ങൾ കണ്ടപ്പോൾ ഇവിടെ നിർത്തി ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ വന്നപ്പോൾ തൊട്ട് മഴയാണ്. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ ചരിത്രവും പ്രകൃതിയും സംസ്കാരവും ഒരുമിച്ച് കഴിയുന്ന ഒരു നാടാണ്. നമ്മൾ പാലക്കാട് വന്നപ്പോൾ കൊല്ലങ്കോട് നിന്ന് തേക്കിൻചിറയിലേക്ക് പോകുന്ന വഴിയാണ്. തേക്കിൻചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ചെല്ലൻചേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ചായ സാറിന് പല സ്ഥലത്തു നിന്നും കുടിക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി പല കാറുകളൊക്കെ കൊണ്ടിട്ടിട്ട് ചായ കുടിക്കാനായിട്ട് വരുന്നു. ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ പോലെ ആൾക്കാർ വരുന്നു. അപ്പം ഞങ്ങളും വിചാരിക്കുന്നു എന്താണ് എൻ്റെ പ്രത്യേകത. അതിനകത്ത് കയറിപ്പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം.
അപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട് കാണാൻ വന്നപ്പോഴേ അപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അത്രയും പോപ്പുലറാണ് അല്ലേ? അത് ഇതെങ്ങനെ ഇത്രയും പോപ്പുലർ ആയത്? ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പഴക്കം തന്നെ ഒരു 75-76 വർഷത്തെ പഴക്കമുണ്ട്. 75 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. 75-76 വർഷമായിട്ട് ഇവിടെ ഉണ്ട് വീട്ടിൽ. കട ഞാനായിരുന്നു തുടങ്ങിയതാണ്. കട തുടങ്ങിയിട്ട് 51 വർഷമായി. അപ്പോൾ പഴമയാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർ ചായ കുടിക്കാനായിട്ട് ഇവിടെ വരും. പിന്നെ ചാനലുകാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ പിന്നെ അവരാരെ കൊടുത്തതായിരിക്കും വിചാരിക്കണം. അങ്ങനെയാണ് അങ്ങനെ പെട്ടെന്നൊരു ദിവസം ആള് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവർ കൊടുത്തിട്ടുണ്ടായെന്ന് വിചാരിക്കണം. അല്ല, അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം 10 ചായ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു 100 ചായ എന്ന് പറഞ്ഞപ്പോ എന്ത് തോന്നി? അതിപ്പോ നമുക്ക് 10 രൂപ കച്ചവടം നടക്കുന്നത് നല്ലതല്ലേ? അതെ. അല്ലെങ്കിൽ പണിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. സാധാരണ പണിക്കാരൻ്റെ കച്ചവടങ്ങൾ കിടക്കാറുണ്ട്. പക്ഷെ കുറച്ചുകൂടി വന്നപ്പോൾ വരാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഇപ്പൊ ആൾക്കാർ അറിഞ്ഞു വരികയാണ്. എല്ലാ ഭാഗത്തിനും വരുന്നുണ്ട് ചായ കുടിക്കാനായിട്ട്. ചായയല്ല, പൊതുവെ ഇവിടെയൊക്കെ കൊല്ലംകോട് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ ഇവിടെ വേലി പോവുകയാണെങ്കിലും ഇവിടെ വന്ന് വന്നിട്ട് വരുന്നവർ നിറയുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കേരളമല്ല തമിഴ്നാടല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവിടെ എത്തിയിട്ടുണ്ട് ആൾക്കാർ വരുന്നുണ്ട്. എവിടെയെങ്കിലും പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ട്. അല്ല, ഞാൻ ഇതിനു മുമ്പ് പാലക്കാട് വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് ഒന്ന് കാണാനായിട്ട് വന്നത്. അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കോവളം, വർക്കല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെല്ലാം ശരിക്ക് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പാലക്കാടിന് അത്രത്തോളം ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി വലുതായിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അതിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊല്ലങ്കോട് പഞ്ചായത്തിന് എടുത്ത് തന്നെ പ്രകൃതിയായിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇതിനെ എടുത്തത്. അല്ലാണ്ട് ടൗണും മറ്റുള്ള ഇതായിട്ട് പ്രകൃതിയായിട്ട് ഇവിടെ കാണാനുണ്ട്. കാരണം ഇപ്പം മഴയില്ലാത്തതിൻ്റെ കുറവാണ്. എല്ലാവർക്കും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. മഴയില്ല. അതുകൊണ്ട് ഇന്നും മൊത്തം മഴയാണല്ലോ. ഇപ്പം ഇന്ന് കാലത്ത് ഇറങ്ങിയിട്ട് ചെറിയ മഴ പോയിട്ട് വെള്ളം വരില്ല. അതിങ്ങനെ ശരിക്കും വേനൽ മഴ കിടച്ചിട്ടില്ല. പിന്നെ സാധാരണ ജൂൺ 1 തൊട്ട് കാലാവസ്ഥ ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ നടക്കട്ടെ, ഏതായാലും നിങ്ങൾ കച്ചവടം നടക്കട്ടെ. അപ്പൊ 4 ചായ എത്രയാ? 44. 10 രൂപയ്ക്ക് വിറ്റതാണ്. 10 രൂപയ്ക്ക് വിറ്റതാണ്. പക്ഷെ ഇപ്പൊ ഈ പാല് വില ഗ്യാസ് കിടക്കുന്നില്ല. പിന്നെ വിറകിന് പോയാൽ 40 രൂപ വിറകുകളൊക്കെ ഇപ്പൊ 70-80 പറയാൻ. ചായക്ക് നല്ല ചായയായിരുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യമുണ്ട് പറയാനായിട്ടുണ്ടല്ലോ. എങ്ങനെ നമുക്ക് ഈ ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയ വഴി ഒരു പ്രോഡക്റ്റിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ചായ നമ്മൾ സാധാരണ കുടിക്കുന്ന ഒരു ചായ, പക്ഷേ ഇത് എങ്ങനെയോ പ്രൊമോട്ടായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു ചെറുതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ആരോ ഒന്ന് വീഡിയോ എടുത്തിട്ടു, അതിനുശേഷം പിന്നെ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിലെ സോഷ്യൽ മീഡിയയുടെ പവറാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. നമ്മൾ ചിങ്ങൻചിറ കറുപ്പ് സ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. നമ്മൾ നേരത്തെ ചായ കുടിച്ചിട്ട് ചേട്ടൻ്റെ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് കുറച്ച് മുന്നോട്ട് വന്നാൽ മതി. ആ വരുന്ന വഴി തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ചിങ്ങൻചിറ
ഈ പ്രകൃതി ക്ഷേത്രമുണ്ടല്ലോ വളരെ പോപ്പുലറാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ സാധാരണ അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണിത്. നമുക്കിവിടെ കാണാവുന്നതുപോലെ മതിലുകളൊന്നുമില്ല. ഈ ആൽമരങ്ങൾ വളർന്നിട്ട് നൂറ്റാണ്ടുകളായി ഇങ്ങനെ വളർന്നിട്ട് അതിൻ്റെ വേരുകൾ ഇറങ്ങി അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന ആരാധനമൂർത്തികൾ കറുപ്പുസ്വാമിയും വെള്ളമ്മയുമാണ്. നമ്മൾ കേരളത്തിൻ്റെ ഒരു ആരാധന രീതി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ട്രഡീഷണലായിട്ട് കുറേ ദൈവങ്ങൾ നമുക്കുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിൻ്റെ ബോർഡറിലേക്ക് വരുമ്പോഴും തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും ഇങ്ങനെയുള്ള കറുപ്പുസ്വാമി ഇങ്ങനെയുള്ള ആരാധന രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ ഇതും ഒരു സമയത്ത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നിരിക്കണമല്ലോ. അപ്പോൾ അന്നേ ഉള്ള ട്രഡീഷൻ ഇവർ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെ വന്നപ്പോഴും ആരാധനയ്ക്ക് വന്നിരിക്കുന്നതെല്ലാം തമിഴ്നാട്ടിലെ ആൾക്കാരാണ് ഭൂരിഭാഗവും വന്നിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. എന്നിരുന്നാലും ഈ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനോട് നമ്മൾ യോജിക്കുന്നു. കാരണം വനങ്ങളെ സംരക്ഷിക്കാനും ഈ മരങ്ങളെ സംരക്ഷിക്കാനും കൂടെ വേണ്ടി ഒരു ആരാധന രീതി ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് പാലക്കാട്ട് വരുമ്പോൾ ഈ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രവും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. എന്താണ് മറ്റു അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്? വ്യത്യസ്തമായുള്ള അമ്പലമാണ് കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കറുപ്പസ്വാമി പ്രതിഷ്ഠ പറഞ്ഞാൽ മീൻസ് ഒരു കല്യാണം ആവുന്നില്ല, ഒരു കൊച്ചുങ്ങളില്ല, ഒരു വീടില്ല, ജോലി ദിഷ്ടികളൊക്കെയാണ് ഇവിടെ. ഈ കാര്യങ്ങളൊക്കെ നടന്ന ശേഷമാണ് നമ്മൾ ഒരു ബലികർമ്മം ചെയ്യുന്നത്. ആടും കോഴിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫാമിലീസ് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ നടന്ന ശേഷമാണ് മുത്തപ്പന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാ സാധനവും നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഇങ്ങോട്ട് വന്നിട്ട് ഇതേപോലെ ഫാമിലി ആയിട്ട് വന്ന് വെച്ച് കഴിച്ച് നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു വരിക, നിങ്ങൾ തന്നെ ഫുഡ് കഴിച്ച് ഇവിടെ എന്തെങ്കിലും വന്ന് നേർന്നതിന് ശേഷം നടന്ന ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ കെട്ടിയിട്ടുണ്ട്, സാർ കണ്ടില്ല, ഒരു കൊച്ചുങ്ങളില്ല തൊട്ടിയും കുട്ടിയും കെട്ടി വെക്കണം. ഒരു കല്യാണം വന്നില്ല പറഞ്ഞാൽ 10 രൂപ സൈഡ് കെട്ടി വെക്കണം. ഒരു വീടില്ല പറഞ്ഞാൽ വീട്ടിൽ രൂപം കെട്ടി വെക്കണം. ഇതൊന്നും എന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ കെട്ടി വെക്കാം. ഈ കെട്ടി വെച്ച് നടന്ന ശേഷമാണ് സാറ് ഈ കുതി ഇവിടെ വരുമ്പോ ഇവിടെ എങ്ങനെ മദ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മദ്യം പറഞ്ഞാൽ അവിടെ ഒരു ദൈവമുണ്ട്, മുത്തപ്പനാണ്, കാവൽക്കാരനാണ്, തേരാടി മുത്തം പറയും. ഈ ആൾക്കാർ പണ്ട് ചാരായും ചുറ്റായിരുന്നു, അതില്ല. അപ്പൊ ഇന്ന് വന്നിട്ട് ബ്രാൻഡി, കള്ള്, ഒരു ബീഡി, ഒരു മീൻ ചുടുക അടുപ്പില് മുത്തപ്പന പൂജയാണ് അവിടെ. ഒരു അമ്പലമുണ്ട്. അത് നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുരുതി കൊടുക്കുന്ന സമയത്ത് ഒരു 5% അവിടെ കൊടുക്കണം. ഇവിടെ അതില്ല. ഇവിടെ ഉത്തമ പൂജയാണ്. അവിടെയാണ് നമ്മൾ പാചകം ചെയ്ത് നമ്മൾ വച്ച പൂജ അവിടെ ചെയ്യുന്നത്. അത് തേരാടി മുത്തനാണ്. അപ്പൊ പുള്ളിക്കാണ് നമ്മൾ കൊടുക്കുക. ഇത് വളരെ വ്യത്യസ്തമായ ഇതൊരു 10-350 വർഷം മേലെ പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഈ ആൽമരം എങ്ങനെയാണ് ഒരു തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ ഈ ബോർഡർക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളൂ. ബോർഡർ പറഞ്ഞാൽ ഇവിടുന്ന് ഈ അമ്പലത്തിന് ഒരു 15 കിലോമീറ്റർ. ഈ അമ്പലത്തിന് 15 കിലോമീറ്റർ തമിഴ്നാടെത്തി. സാറ് കൊല്ലംകോട് വരികയാണെങ്കിൽ 12 കിലോമീറ്റർ. കൊല്ലംകോട് ആ വഴിക്ക് ലൈനിൽ പോകണമെങ്കിൽ 12 കിലോമീറ്റർ. ഇവിടുന്ന് പോകുമ്പോൾ 15 കിലോമീറ്റർ. നമ്മള് കുറച്ച് അങ്ങോട്ട് ഒരുപാട് ഔട്ടറിൽ ഇവിടേക്ക് വന്നു. പക്ഷെ സാറങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ധാരാളം ആൾക്കാരെ കാണാനുണ്ട്. മലയാളികളെല്ലാം എല്ലാം മലയാളി ഇന്ന് തിരക്കില്ല, തിങ്കളാഴ്ച ഉണ്ട്, നാളെ തിരക്കുണ്ടാവും. തിങ്കളാഴ്ച ഉണ്ടായില്ല, തിങ്കളും വ്യാഴം ഉണ്ടായില്ല, ചൊവ്വ, ബുധൻ, വെള്ളി, ശനി, എല്ലാം നല്ല തിരക്ക്. ഒരു രക്ഷ ഇന്നലെയൊന്നും ഒരു രക്ഷയില്ല. ഷൂട്ടിങ് വേറെ. ഈ കഴിഞ്ഞ 2-15 ദിവസം മുതൽ ചിരഞ്ജീവി വന്നിട്ട് പോയല്ലോ. ചിരഞ്ജീവിയുടെ ഡാൻസ് ആയിരുന്നു ഇവിടെ. ചിരഞ്ജീവി വന്നു പോയല്ലോ. ലാലാട്ട് ഒടിയൻ ഇവിടെ തന്നെ എടുത്തത്. പിന്നെ ഉത്തമനുണ്ട്. പിന്നെ ഒരുപാട് സിനിമ ഷൂട്ടാണ് ഇവിടെ കൂടുതൽ. സീരിയലും സിനിമയാണ് ഇവിടെ കൂടുതൽ. അതാണ് തീർച്ചയായിട്ടും ഇവിടെ കുഞ്ഞിരാമാനും ഇവിടെയാണ്. കുഞ്ഞിരാമൻ ചൽസമൊക്കെയാണ് ആ കാറുമാണ് അവിടെ സാറ് കാണുന്നത്. ശ്രീനിവാസിന്റെ മക്കളാണ് നമ്മുടെ ഇവിടെ ഫേമസ് ആയിരിക്കുന്നത്. ശ്രീനിവാസനും തീർച്ചയായിട്ടും ഞങ്ങളുടെ പഞ്ചായത്ത് വിട്ട് ഇപ്പൊ ജയസൂര്യ ഇവിടെ ഉണ്ട്. ജയസൂര്യ വന്നിട്ട് ഒരു മാസം കൊണ്ട് ആവുന്നോണം. ജയസൂര്യന്റെ വർക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കൊല്ലംകോട് പഞ്ചായത്തിൽ. അപ്പൊ സാർ ഇവിടെ വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്നു. പിന്നെ നമുക്ക് നമ്മുടെ പണി എങ്ങനെയായിരുന്നു, മറ്റേ ഒരു പുതിയ സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് ഇപ്പൊ നോക്കുമ്പോ ഒരു മാസമാണ്. അത് മാസമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കണം. വിചാരിക്കണ്ട, ഞങ്ങള് അതങ്ങനെയാണ്, ഞങ്ങൾ പാവങ്ങളാണ്. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പാലക്കാടിന്റെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ.
പറയാൻ പറ്റും തീർച്ചയായും അത് ഇല്ലേ? സത്യമാണ്. മറ്റു പല സ്ഥലങ്ങളും നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ടൂറിസം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പാലക്കാടിനെ കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോൾ പാലക്കാട് പറഞ്ഞ കൊല്ലങ്കോട് പഞ്ചായത്തിൽ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, ഇതാരും കണ്ടെത്തിയില്ല. ഒരുപാട് സ്ഥലം കണ്ടെത്താനുണ്ട്, പക്ഷെ ആരും അതിനൊരു ശ്രമം നടത്തിയിട്ടില്ല. ശരിക്കും പ്രകൃതി തന്നെ ഈ അമ്പലം വന്നിട്ട് ഒന്നും ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള അമ്പലമാണ്. ഇത് അപ്പൻ എങ്ങനെ ഇരിക്കണം അങ്ങനെ തന്നെ ഇരിക്കണം. കറുപ്പസ്വാമി മുത്തപ്പൻ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെ ഇരിക്കണം. കാറ്റും മഴ വെയിലൊക്കെ ഇവിടെ ഒരു അമ്പലം പണിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള അമ്പലമാണ്. സാർ കണ്ടില്ലേ അവിടെ ഇത് വന്നിട്ടാണ് കെട്ടിയെല്ലാം പുറത്താണ്. ഇയാളെങ്ങനെ മഴ കാറ്റ് വെയിലെല്ലാം കൊണ്ടുകൊള്ളണം. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയുടെ ക്ഷേത്രമാണ്, പ്രകൃതി ക്ഷേത്രമാണ്. ഇവിടെ കറണ്ട് പറ്റില്ല. അമ്പലത്തേക്ക് മൊത്തം CCTV വർക്കാണ്. ഇവിടെ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാണ്ടല്ല, എല്ലാ ആവേശത്തിനും പോലാണ് കറണ്ടൊക്കെ ഉണ്ട്. ഈ അമ്പലത്തേക്ക് കറണ്ട് ഇല്ല, എല്ലാം വെളിച്ചം പാടില്ല. അപ്പൊ നമ്മള് തിരിയുടെ വിളക്കുമാണ് വരുന്നത്. വൈകിട്ട് ഞാൻ പോകുമ്പോ 7:30 വിളക്ക് വെച്ച് ഞാൻ ലാസ്റ്റ് ഞാനാ പോകണം. അപ്പൊ ഞാനാ പോണ സമയത്ത് എല്ലാം വിളക്ക് വെച്ചിട്ട് പോകും. പിന്നെ വലിയ ടൂറിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ഉണ്ടെങ്കിൽ അത് വെക്കില്ല പറഞ്ഞാൽ അതങ്ങനെ അതോടെ അവസാനിക്കും. ലാസ്റ്റ് ഞാൻ 7:30 പോകണം. കല്ലൊക്കെ കപ്പൻ്റെ കച്ചവടം കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോൾ വിളക്ക് വെച്ച് പോയി ആ തിരിയുടെ ഇതോടെ സെറ്റായി. ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു. വരുമ്പോൾ നമ്മൾ ഈ താമരപ്പാടത്ത് വരാതെ പോകരുത്. കാരണം നമുക്ക് കാണാനല്ലേ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് റിയൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പല സിനിമകളിലെയും പാട്ട് സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് വന്ന മലയാളം പടങ്ങളിൽ ധാരാളം പാട്ട് സീനുകൾ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. വിശേഷിച്ച് സത്യൻ നന്ദിക്കാടിൻ്റെയൊക്കെ പടങ്ങളൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരിക എന്ന് നമുക്ക് പല പാട്ട് സീനുകളും നമുക്ക് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത് താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഒരുപക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ് പാലക്കാട്. എന്തുകൊണ്ടും ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. ഇപ്പോൾ പ്രകൃതിയുടെ മനോഹാരിത മാത്രം മതി ഈ പാലക്കാടിന് ടൂറിസത്തിൽ നിന്നും ഒരു വലിയ വരുമാനം ഉണ്ടാക്കാൻ. ഒരുപക്ഷെ ഇനിയും എത്രയോ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഈ പാലക്കാടിൻ്റെ പല ഭാഗത്തായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള പാടങ്ങളെല്ലാം കണ്ട് നമുക്ക് പറയുമായിരുന്നു, ഓക്കെ നമ്മളെ കേരളത്തിൽ കൃഷികളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൃഷിയൊന്നും എങ്ങും നിന്നു പോയിട്ടൊന്നുമില്ല. ശരിക്കും പാടങ്ങളും നമുക്കെല്ലാം ആഹാരം നൽകുന്ന സ്ഥലം കൂടി തന്നെയാണ് പാലക്കാട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ ചരിത്രവും പ്രകൃതിയും സംസ്കാരവും ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. പാടങ്ങളുടെ പച്ചപ്പിനും മലനിരകളുടെ ഭംഗിക്കുമിടയിൽ നൂറ്റാണ്ടുകളുടെ കഥകൾ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ഭൂമി കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്നു. പാലക്കാട് ഒരു സാധാരണ പട്ടണം മാത്രമല്ല, നൂറ്റാണ്ടുകളായി രാജാക്കന്മാരുടെയും സാമ്രാജ്യ അധിനിവേശങ്ങളുടെയും പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമി കൂടിയാണ് പാലക്കാട്.
നമ്മളിന്ന് പാലക്കാട് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ യാദൃശ്യമായിട്ട് മഴ പെയ്തു തുടങ്ങി. നല്ല മഴയല്ല, വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ഷൂട്ട് ചെയ്യണമല്ലോ. ഇപ്പം നമുക്ക് ഈ പുറകിൽ കാണുന്ന മലനിരകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളാണ് ആ കാണുന്നത്. അവിടെയെല്ലാം കോടമഞ്ഞിറങ്ങിയിട്ട് നമുക്ക് മലയൊന്നും കാണാൻ പറ്റുന്നില്ല. അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താമരപ്പാടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഈ വയലിൻ്റെ ഉള്ളിലോട്ട് ചെയ്തിട്ടുണ്ട്. 35 രൂപയാണ് ഇതിൻ്റെ എൻട്രി. രാവിലെ 7:30 മണി തൊട്ട് രാത്രി 8 മണി വരെ ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. പക്ഷേ അകത്തോട്ട് പോകാൻ മഴ തോരയാണെങ്കിൽ അകത്തോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഹോളിഡേ ഒന്ന് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കാർ പാർക്കിങ്ങിനുള്ള സംവിധാനമുണ്ട്. 35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അകത്തെല്ലാം പോയി ഒന്ന് കറങ്ങി ചുറ്റി അടിച്ച് വരികയും ചെയ്യാം. താമരപ്പാടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ആദ്യം ഉദ്ദേശിച്ച് ഇതിനകത്തെല്ലാം താമരകളുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ താമരയൊന്നുമില്ല. പക്ഷേ ഇത് സ്ഥലത്തിൻ്റെ പേരാണ് താമരപ്പാടം. താമരപ്പാടത്ത് വന്നപ്പോൾ ഇവിടെ ആകെ ഒരു കടയെ കണ്ടുള്ളൂ. നമ്മൾ ഈ മഴയായതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നടക്കുകയാണ്. ഈ ഇവിടെ ഈ താമരപ്പാടം എന്നല്ലേ ഈ സ്ഥലത്തിൻ്റെ പേര്? താമരപ്പാടം. എന്താണ് ഇവിടെ ഈ താമരപ്പാടം? ചെടികളൊക്കെ അകത്തോട്ട് പോയത്. താമരയൊന്നുമില്ല. ഈ സ്ഥലത്തിന്റെ പേരാണ് താമരപ്പാടം. അവിടെ കാണുന്നെല്ലാം മലകളല്ലേ? പക്ഷെ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, മഴയായതുകൊണ്ടാണല്ലേ. പക്ഷെ ഇവിടെ എപ്പോഴും മഴയാണ്. ഇവിടെ മഴ ഇന്നലെ ഇന്ന് ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് മഴ തുടങ്ങിയതായിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ എല്ലാം വയലാണല്ലോ. ഇവിടെ എല്ലാം ഇതെല്ലാം കളയൊക്കെ നട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയമാണ്, നടുന്ന സമയം മഴ വേണം അല്ലേ? ഇവിടെ എല്ലാം ശരിക്കും നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ് അല്ലേ? നമ്മൾ അങ്ങോട്ടുള്ള നിലങ്ങളെല്ലാം ആൾക്കാർ നിരത്തി വീടൊക്കെ വെച്ച് തുടങ്ങി. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? അപ്പൊ നിലം നികത്തിയിട്ടൊന്നുമില്ല. ഇല്ല, നിലം നികത്തി വീട് വെച്ചാൽ വെള്ളം കയറും. എന്തൊക്കെ ഉണ്ട് ഇവിടെ കച്ചവടം? നാരങ്ങ ഒക്കെ ആയിരിക്കും, സോഡ സർബത്ത്, അതെല്ലാം ഉണ്ട്. ചായയൊക്കെ ഉണ്ടല്ലേ? വൈകുന്നേരത്ത് തുടങ്ങും. ഓക്കെ. ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ടോ? ശരിക്കും ആൾക്കാർ വരും അല്ലേ? ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ്, ചെടികളൊക്കെയാണ്, പൂച്ചെടികൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇവിടെ വിൽക്കുകയും ചെയ്യും ചെടികൾ. ആ സമയത്ത് കൊടുക്കുമല്ലേ? എന്താ പേരെന്താ? ഇവിടെ തന്നെ ജനിച്ചു വളർന്നത്? ഓക്കെ. ഞങ്ങളിവിടെ വന്നപ്പോൾ എന്തെങ്കിലും മേടിക്കണമല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു ചായ കുടിച്ചത് കൊണ്ട് ഇതൊന്നും നാരങ്ങ വെള്ളമൊന്നും കുടിച്ചാൽ ശരിയാവത്തില്ല. കപ്പലിന് മിഠായി ഉണ്ടല്ലേ? കപ്പലിന് മിഠായി കുറച്ച് കയറി. എത്രയാണ്? ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എത്രയെണ്ണം വേണം? 5 എണ്ണോ? 4 എണ്ണം എടുക്കാം. അപ്പോൾ 20 രൂപ അല്ലേ? ഈ കൊല്ലങ്കോട് വന്നിട്ട് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന രൂപങ്ങളാണ് നമ്മളെ മനസ്സിലൂടെ വരുന്നത്. കാരണം ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമുക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെ ഭംഗി കാണാൻ പറ്റത്തില്ല. കാരണം ഇത് പലപ്പോഴും നമുക്ക് തോന്നും തമിഴ്നാടാണോ എന്നൊക്കെ തോന്നിപ്പോകും. ഇത് പാലക്കാടാണ്. പാലക്കാടിൽ ഇത്രയും മനോഹരമായ സ്ഥലം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തരുന്നത്. നമുക്ക് പ്രകൃതി മാത്രമല്ല, അവിടുത്തെ ആൾക്കാരുടെ നമ്മളുടെ ഇടപെടുന്ന രീതിയും അവരുടെ സംസാര ശൈലിയും ആഹാര രീതിയും എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ എനിക്ക് കേരളം മൊത്തം ഒന്ന് കാണാൻ കഴിയുന്നല്ലോ എന്ന ഒരു സന്തോഷം. ഞങ്ങൾ ഇന്ന് രാവിലെ പാലക്കാട് എത്തുകയും പാലക്കാട്ടിലെ കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത്. നേരത്തെ കണ്ടതുപോലെ വന്നപ്പോൾ മുതൽ മഴയും വെയിലും കാറ്റുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലങ്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റിയോ എന്ന് ഒരു സംശയമുണ്ട്. എന്നിരുന്നാലും ഞങ്ങളെ കൊണ്ട് ഒക്കുന്നിടത്തോളം ഭാഗങ്ങൾ, കൊല്ലങ്കോടിൻ്റെ ഭാഗങ്ങൾ കണ്ടു. പ്രകൃതിയുടെ മനോഹാരിത ശരിക്കും ആസ്വദിച്ചു. ഏതായാലും കൊല്ലങ്കോട് വരുമ്പോൾ
ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും അടുത്ത ആഴ്ച പാലക്കാടിൻ്റെ അതിമനോഹരമായ മറ്റൊരു വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.